പെപ്പയുടെ ഒരു സർട്ടിഫൈഡ് സിനിമ വരിക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന നല്ല കിൻറ്റലിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു ഇട്ടിപ്പടം പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്. കാട്ടാളൻ എന്നാണ് സിനിമയുടെ പേരും സർട്ടിഫിക്കറ്റും എല്ലാം എൻ്റെ പ്രതീക്ഷയെ സാധൂകരിക്കുന്ന തരത്തിലുള്ളായിരുന്നു. പക്ഷേ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന്. ഈ പടത്തിൽ ആദ്യം മുതൽ അവസാനം ഒരു ഫൈറ്റ് ഉണ്ട്, പക്ഷേ ആ ഫൈറ്റ് ഒന്നും ഒരു തരത്തിൽ നമ്മളെ കണക്ട് ചെയ്യുന്നില്ല. നമുക്ക് തോന്നണ്ടേ ഒരുത്തനിട്ട് ഒരടി കിട്ടണം എന്ന് തോന്നണ്ടേ, ആ ഒരു മൊമെൻറ്റിൽ അടി കിട്ടുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അങ്ങനെയുള്ള ഒരു മൊമെൻറ്റ് ഈ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിനിമയുടെ നിർമ്മാണം ഷെരീഫ് മുഹമ്മദാണ്, സംവിധാനം പോൾ ജോർജ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് രവി ബുസ്ട്രോറാണ്. ഇയാൾ തന്നെയാണ് മറ്റേ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെയും ചെയ്തിട്ടുള്ളത്. പശ്ചാത്തല സംഗീതം ഒരു രക്ഷയില്ല, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻസും അനുസരിച്ച് ഓരോ മ്യൂസിക് കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചാത്തല സംഗീതം തന്നെയാണ്. പിന്നെ ആക്ടേഴ്സ് ഇതിനകത്ത് സുനിലുണ്ട്, കബീർ ദുഹാൻ സിംഗ് ഉണ്ട്, ജഗദീഷ് ഉണ്ട്. അവരൊക്കെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ജഗദീഷിൻ്റെ കഥാപാത്രം കുറച്ച് നാടകീയമാണ്, എന്നാലും അത് കറക്റ്റ് മീറ്റർ പിടിച്ച് ജഗദീഷ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ബോറാക്കിയിട്ടില്ല. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കുറേ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നതന്നെ പലപ്പോഴും സുനിലിൻ്റെ വില്ലൻ കഥാപാത്രത്തിൻ്റെ ക്രൂവൽറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ക്രൂവൽറ്റി ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയ പരിമിതി. ഒരു നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ എത്രയൊക്കെ ടെക്നിക്കൽ സൈഡ് നന്നായിട്ടും ഒരു കാര്യമില്ല. ഇതിനകത്ത് DOP ഒക്കെ ചെയ്തിട്ടുള്ളത് വലിയ വലിയ ആളുകളാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, സ്ക്രിപ്റ്റ് ഭയങ്കര ലൂസാണ്. അതുകൊണ്ട് തന്നെ സിനിമ നമ്മളെ വല്ലാണ്ട് എൻഗേജ് ചെയ്യിക്കുക, നമ്മളെ വല്ലാതെ ത്രില്ലടിപ്പിക്കുക ഒന്നും ചെയ്യില്ല. ഇതൊരു പുഷ്പയുടെ മലയാളം വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. പുഷ്പയിൽ കടത്തുന്നത് മറ്റേ ചന്ദനത്തടിയാണ്, ഇവിടെ കടത്തുന്നത് ആനക്കൊമ്പാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയൊരു കാർട്ടൽ, ആ കാർട്ടലിൻ്റെ നേതാവാൻ ശ്രമിക്കുന്ന ആൻ്റണി പെപ്പെ, അതൊക്കെയാണ് ഈ സിനിമയുടെ കഥ. സ്ഥിരം ടെംപ്ലേറ്റ് സാധനങ്ങൾ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. എന്നാൽ ആ ടെംപ്ലേറ്റ് ഒന്നും പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഇതിനകത്ത് സിദ്ദിഖിനെ കൊണ്ടുവരുന്നുണ്ട്. സിദ്ദിഖ് മറ്റേ പഴയ അഡാട്ട് ജോർജ്, ആ കഥാപാത്രമായിട്ടാണ് വരുന്നത്. ആ കഥാപാത്രം നമ്മൾ ആദ്യം കാണുന്നത് മിഖായേൽ എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമയിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരൻ വരുമ്പോൾ അയാളോട് സിദ്ദിഖ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നാണ് മരം പെയ്തിട്ടെന്ന്. അത്രയും വലിയൊരു ഡയലോഗ്, അത്രയും പഞ്ചുള്ള ഒരു ഡയലോഗ് പറഞ്ഞ് അത് ഇന്നും മലയാളികളിൽ പല ആളുകളും ഓർത്തിരിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ഒരു ഐക്കോണിക് കഥാപാത്രമാണ് അഡാട്ട് ജോർജ്. ആ ജോർജ് മാർക്കോയിലേക്ക് വരുമ്പോഴും അതുപോലെ ഐക്കോണിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ കഥാപാത്രത്തിനെയാണ് ഈ സിനിമയിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആദ്യം ഒരു ഫോൺ കോളും അവസാനം ഒരു ഫോൺ കോളും മാത്രമാണ് ആ കഥാപാത്രത്തിന് കൊടുക്കുന്നത്. ഈ ആദ്യത്തെ ഫോൺ കോളിൽ എന്താ ജോലി എന്ന് വെച്ചാൽ പെപ്പയെ കുറിച്ച് പുകഴ്ത്തുക എന്നുള്ളതാണ്. നായകൻ അതാണ് ഇതാണ് എന്ന് പറയുന്ന സ്ഥിരം ഇൻട്രോ കൊടുക്കുന്ന ഒരാൾ. അവസാനം ഈ ജോർജിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ ഞാൻ കത്തിക്കുകയാണെന്ന് പറയുമ്പോൾ അത് ഫോൺ എടുത്ത് കേൾക്കുന്ന ഒരു കഥാപാത്രമാണ് അഡാട്ട് ജോർജ്. അത്രയും ഐക്കോണിക്കായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെയാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സിനിമയിൽ നശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ ഉണ്ട്, ഒരു രക്ഷയില്ല. മലയാള സിനിമയിൽ ഇപ്പോൾ ക്യാമിയോ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായി മാറിയ പോലെയാണ് തോന്നുന്നത്. അതിനുവേണ്ടി മാത്രം ഓരോ ആളുകളെ കൊണ്ടുവരിക. ഒരു ക്യാമിയോ ഒരു സിനിമയിൽ വരുമ്പോൾ അയാൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണ്ടേ? അത്തരം ഒരു ഇമ്പാക്റ്റും ഈ ഒരു കഥാപാത്രത്തിന് ഈ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. മാത്രമല്ല പലരും ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോണേ. ആ രീതിയിലാണ് ആ ഒരു പ്രസൻറ്റേഷനും ആ ഒരു കഥാപാത്രത്തിൻ്റെ ബിൽഡപ്പും എല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരാവശ്യമില്ലാത്ത രീതിയിലുള്ളൊരു സാരം. പിന്നെ ഈ സിനിമയുടെ പ്രൊമോഷൻ വീഡിയോയിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, സിനിമ കഴിഞ്ഞാലുടനെ ആരും ഇറങ്ങി പോകരുത് എന്നൊക്കെ. അത് അടുത്തൊരു എന്തോ ഒരു വലിയ സംഭവം വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ച് ഞാനും അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരിക്കണ്ടായിരുന്നു എന്നായി. കാരണം ഇരിക്കാൻ മാത്രം ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ മാർക്കോയുടെ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ടൈറ്റിലായിരിക്കാം, അത്രയൊക്കെ കാണിക്കുന്നുള്ളൂ. അതിനുവേണ്ടി വെറുതെ നമ്മളെ അവിടെ ഒരു ടൈറ്റിൽ കാർഡ് മുഴുവൻ കാണിച്ച് തീരുന്നവരെ പിടിച്ചിരുത്തി എന്നുള്ളത് വേണ്ടായിരുന്നു. അത് പോകുന്നവർ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. കാരണം ടൈറ്റിൽ കാർഡിന് ശേഷം വരുന്ന ഒരു സാധനം, ടൈറ്റിൽ ക്രെഡിറ്റിന് ശേഷം വരുന്ന സാധനം ഈ സിനിമയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. വെറുതെ അത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊക്കെ പ്രതീക്ഷിക്കുക ഇതിലും വലുത് എന്തോ വരാനിരിക്കുന്നു എന്നാണ്. പക്ഷേ അതിലും വലുത് പോയിട്ട് അത്രയും നേരം എടുത്തു വെച്ചതിന് വലുതായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലോ.
മസാല എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ ലോജിക്കിന് കാര്യമായിട്ട് പ്രാധാന്യമില്ല, അത് നോക്കേണ്ട ആവശ്യവുമില്ല. അത് ഈ സിനിമയ്ക്കകത്ത് ഞാൻ നോക്കുന്നില്ല. അതത്ര വലിയൊരു പ്രശ്നമല്ല. ഡയലോഗുകൾ ഒരു രക്ഷയില്ല. കബീർ ദുഹാൻ സിംഗിൻ്റെ അനിയൻ മരിക്കുമ്പോഴത്തെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അറബിക്കടലിൻ്റെ സിംഹത്തിൽ മോഹൻലാൽ പറയുന്നുണ്ടല്ലോ, ബെട്ടിട്ട ബായത്തണ്ട് കിടക്കണ പോലെ കിടക്കണ കിടപ്പ് കണ്ട ഇളയപ്പോൾ അജാതി സാധനമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പല ഡയലോഗുകളും മാസിന് വേണ്ടി ശ്രമിച്ച് ഭയങ്കര കോമഡിയാക്കി വെച്ചിട്ടുണ്ട്. മാസ് കാണിക്കാൻ പെപ്പ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, അത് കണ്ണ് ചെറുതാക്കി പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ കണ്ണിലേക്ക് ക്ലോസപ്പ് വയ്ക്കുന്ന പോലത്തെ ഒരു സാധനം പെപ്പയുടെ കണ്ണിലേക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് കാണുമ്പോൾ തന്നെ പെപ്പയുടെ മുഖം നമുക്ക് ഒട്ടും ആക്സെപ്റ്റബിളായി തോന്നില്ല. ഏറ്റവും രസമായി തോന്നിയ വേറൊരു സാധനമുള്ളത് എന്താ വെച്ചാൽ പെപ്പയുടെ ഇൻട്രോ സീനാണ്. മാസ് കാണിക്കാൻ വേണ്ടി തല കീഴായി കെട്ടി തൂക്കിയിട്ടുള്ള പെപ്പെ നേരെ കയറിൻ്റെ മുകളിലേക്ക് കയറി മുകളിലെ കയറ് ഒരു കുപ്പിച്ചില്ല് വെച്ച് മുറിക്കുക. ഇങ്ങനൊരു സാധനം കാണിക്കുമ്പോൾ അയാൾക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ? മുന്നിൽ 2 ഗുണ്ടകൾ നിൽക്കുന്നുണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇയാൾ ഈ മുകളിലേക്ക് പോകുന്നതും കയറ് മുറിക്കുന്നതൊക്കെ കാണിക്കുന്നത്. അത് നല്ലൊരു ഷോട്ട് എടുത്ത് വയ്ക്കാൻ പോലും ഇവർ ശ്രമിച്ചിട്ടില്ല. ഇതിനകത്തെ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു കാടുമായി ബന്ധപ്പെട്ട കഥ, അവിടെ ആനവേട്ട എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷ്വലി നമ്മളെ അതിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ളൊരു വിഷ്വൽ സൈഡൊന്നും ഈ സിനിമയ്ക്കകത്ത് തോന്നിയില്ല. 1-2 സീക്വൻസിൽ ആനവേട്ടയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അത്ര വലിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുക, ഇപ്പോൾ സീറ്റിൻ്റെ എഡ്ജിൽ വന്നിരിക്കുക, അങ്ങനത്തെ ഒരു മൊമെൻ്റൊന്നും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഈ പടം മൊത്തത്തിൽ കണ്ടു തീർന്നപ്പോൾ എനിക്ക് തോന്നിയത് അത്ര വലിയ സംഭവമായിട്ടൊന്നുമല്ല, ഒരു ആവറേജിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ്. പക്ഷേ നമുക്ക് തിയേറ്ററിൽ ഒരു BGMൻ്റെ എഫക്റ്റൊക്കെ ആസ്വദിച്ച് ഒരു മസാല ആക്ഷൻ സിനിമ കാണണമെങ്കിൽ പോയി കാണാം, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു മസ്റ്റ് വാച്ച് സിനിമയായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല.